നമസ്തേ പ്രിയ ഛാത്രാഹ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഈ ഒരു ആദ്യത്തെ പരീക്ഷയാണ് അല്ലേ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ആദ്യത്തെ എക്സാം ആണ് അല്ലേ. ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾ സംസ്കൃതം പഠിക്കുന്ന സമയത്ത് എന്താണ് ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. പഞ്ചമഹാകാവ്യാനി അല്ലേ. നമ്മൾ പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഒരു പാഠത്തിൽ അല്ലേ. അപ്പോൾ പഞ്ചമഹാകാവ്യങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെ പെടും? പഞ്ചമഹാകാവ്യങ്ങളിൽ രഘുവംശം, കുമാരസംഭവം, കിരാതാർജുനീയം, നൈഷധീയ ചരിതം, ശിശുപാലവധം, ഇത്രയാണ് 5 മഹാകാവ്യങ്ങളുണ്ട് അല്ലെ. പ്രധാനപ്പെട്ട കാവ്യങ്ങൾ എന്ന് നിങ്ങൾ അർത്ഥമാക്കുക. പഞ്ചമഹാകാവ്യങ്ങൾ വലിയ കാവ്യങ്ങളാണ് കേട്ടോ. രഘുവംശം എഴുതിയത് ആരാണ്? കാളിദാസനാണ് അല്ലെ. കുമാരസംഭവം എഴുതിയതാരാണ്? കാളിദാസനാണ്. അപ്പൊ 2 മഹാകാവ്യങ്ങൾ ആർക്ക് സ്വന്തമാണ്? നമ്മുടെ കാളിദാസന് സ്വന്തമാണ്. അതുകൊണ്ട് കാളിദാസൻ റിച്ച് ആണ് എന്ന് ഓർക്കുക. ഓക്കെ, വലിയ ആളാണ് കേട്ടോ. രഘുവംശം, കുമാരസംഭവം കാളിദാസനാണ് എഴുതിയത്. കിരാതാർജുനി എഴുതിയത് ആരാണ്? ഭരവിയാണ്. ഭാരവിഹി എന്നാണ് പേര് കേട്ടോ. നൈഷധീയ ചരിതം ആരാണ് എഴുതിയത്? ശ്രീഹർഷനാണ്. അതുപോലെ ശിശുപാലവധം ആരാണ് എഴുതിയത്? മാഘനാണ് അല്ലെ. മാഘൻ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയാണ് കഥകളി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും അല്ലെ. രഘുവംശത്തിൽ എന്താണ് പറയുക? രാമന്റെയും സീതയുടെയും ഒക്കെ കഥ അതിൽ വരുന്നുണ്ട്. രഘുവംശം ആ വംശത്തിൽ വന്ന രാജാക്കന്മാരുടെ കഥകളാണ് പറയുന്നത്. ദിലീപൻ തുടങ്ങിയ രാജാക്കന്മാരുടെ കഥയാണ്. കുമാരസംഭവത്തിലോ കുമാരന്റെ ജനനം, ശിവന്റെയും പാർവതിയുടെയും വിവാഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുമാരസംഭവത്തിൽ പറയുന്നത്. കിരാതാർജുനീയം അല്ലെ. കിരാതവേഷധാരിയായിട്ടുള്ള നമ്മുടെ ശിവന്റെയും അർജുനന്റെയും കഥ പറയുന്ന ഒരു മഹാകാവ്യമാണത്. നൈഷധീയ ചരിതം നിശിതയിലെ രാജാവായിരുന്ന നളന്റെയും ദമയന്തിയുടെയും കഥ പറയുന്ന ഒരു മഹാകാവ്യമാണ് നൈഷധീയ ചരിതം. അതുപോലെ ശിശുപാലവധം എന്താണ് പറയുന്നത്? ശിശുപാലവധം, ശിശുപാലൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ വധം, ആ ഒരു വധം ആരാണ് നടത്തുന്നത്? നമ്മുടെ ശ്രീകൃഷ്ണനാണ് അല്ലേ. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആ ഒരു ശിശുപാലനെ വധിക്കുന്ന ആ ഒരു കഥയൊക്കെ പറയുന്നത് എവിടെയാണ്? ശിശുപാലവധം എന്ന മഹാകാവ്യത്തിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 5 മഹാകാവ്യങ്ങൾ ഇങ്ങനെയാണ് ഉള്ളത്. നിങ്ങൾ അത് പഠിച്ചിട്ട് പോവണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് തരും. അപ്പം കവിഹി എന്ന് പറഞ്ഞാൽ കവിയാണ്, എഴുതുന്ന ആളെയാണ് നമ്മൾ കവിഹി എന്ന് പറയുന്നത്. ഖ്യാതിഹി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി എന്നാണ് അർത്ഥം. എന്താണ് പ്രസിദ്ധി? അദ്ദേഹം എങ്ങനെയാണ് പ്രസിദ്ധനായത്? എന്ത് പേരിലാണ് പ്രസിദ്ധി അദ്ദേഹത്തിന് എന്നാണ്. കവിക്ക് ഒരു പ്രസിദ്ധി ഉണ്ടാവും അല്ലെ. ആ കവി എന്തോ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതാണ് ഖ്യാതിഹി എന്ന് പറഞ്ഞാൽ. കാവ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പഞ്ചമഹാകാവ്യങ്ങൾ അല്ലെ. കാവ്യത്തിന്റെ പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, കാളിദാസൻ എഴുതിയിട്ടുള്ള ഒരു കാവ്യമാണ് രഘുവംശം അല്ലെ. രഘുവംശം. അപ്പൊ നോക്കാം, ആ രഘുവംശം എഴുതിയപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. എന്താണ്? ദീപശിഖ. എന്താണ്? ദീപശിഖ കാളിദാസഹ എന്നാണ്. ദീപശിഖ കാളിദാസഹ എന്നാണ് കേട്ടോ. ദീപശിഖ കാളിദാസഹ. അപ്പൊ നിങ്ങൾ എന്തെഴുതണം? ദീപശിഖ കാളിദാസഹ. അപ്പം കാളിദാസൻ്റെത് എന്താണ്? ദീപശിഖ കാളിദാസഹ എന്നാണ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ഛത്രഭാരവിഹി എന്നാണ് പ്രസിദ്ധി. എന്താണ് പ്രസിദ്ധി? ഛത്രഭാരവിഹി എന്നാണ് പ്രസിദ്ധി. കിരാതാർജുനീയം എഴുതിയിട്ടുള്ള ഒരു കവിയുണ്ട്. ആ കവിക്ക് ഒരു പ്രസിദ്ധിയുണ്ട്, ഛത്രഭാരവിഹി എന്നാണ്. അപ്പം അതാരായിരിക്കും കവി? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. അപ്പം ഭാരവിയാണത് അല്ലെ. ഭാരവിഹി എന്ന് നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, ഭാരവിഹി. ഛത്രഭാരവിഹി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഭാരവി തന്നെയാണ് എന്നോർക്കുക. അദ്ദേഹം എഴുതിയ ഗ്രന്ഥം ഏതാണ്? കിരാതാർജുനീയമാണ്. കിരാതാർജുനീയം. ഇനി അടുത്ത് നോക്കാം. മാഘൻ എഴുതിയിട്ടുള്ള ഒരു കാവ്യം ഏതാണ്? ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ബോക്സ് കാവ്യം ഏതാണ് എന്നാണ് അല്ലെ. അദ്ദേഹം മാഘൻ ഖണ്ഡാമാഘ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എഴുതിയ കാവ്യം ഏതാണ്? മാഘൻ എഴുതിയത് ശിശുപാലവധമാണ് അല്ലെ. ശിശുപാലവധം എന്നാണ്. ശിശുപാലവധം എന്നാണ്. ഇനി നോക്കാം. നൈഷധീയ ചരിതം എന്നൊരു മഹാകാവ്യമുണ്ട്. അത് എഴുതിയ ആളെയാണ് നമ്മൾ, കവിയെയാണ് ചോദിക്കുന്നത് അല്ലെ. നൈഷധീയ ചരിതം എന്ന ഒരു കാവ്യമുണ്ട്. ആ കാവ്യം എഴുതിയ ആൾക്ക് വിദ്വദൗഷധം എന്ന് നമ്മൾ അതിനെ പുകഴ്ത്തുന്നുണ്ട് അല്ലെ. അപ്പം അത് ആരാണ് എഴുതിയത്? കവി ആരാണ്? ശ്രീഹർഷ. ആരാണ്?
ശ്രീഹർഷഃ എന്നാണ് കേട്ടോ. ശ്രീഹർഷൻ എഴുതിയിട്ടുള്ള ഒരു കാവ്യമാണ്, മഹാകാവ്യമാണ് നൈഷധീയ ചരിതം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക. കാളിദാസൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ദീപശിഖ കാളിദാസഃ എന്നാണ് കേട്ടോ. ദീപശിഖ കാളിദാസഃ എന്നാണ്. ഇനി അടുത്ത നോക്കാം. ഭാരവി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭാരവിഹി എന്നാണ് അറിയപ്പെടുന്നത്. മാഘൻ എന്താണ് അറിയപ്പെടുന്നത്? ഗണ്ഡാമാഗഹ എന്നാണ്. ശ്രീഹർഷനോ എന്താണ്? വിദ്വദൗഷധം എന്നാണ്. നൈഷധം വിദ്വദൗഷധം എന്ന് പറയും. നൈഷധീയ ചരിതത്തിന്റെ ഒരു പ്രസിദ്ധിയാണ്. ഓക്കെ, അപ്പം ഈ കവികളെയും ഈ മഹാകാവ്യങ്ങളെയും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങുക. ഓൾ ദ ബെസ്റ്റ്. അപ്പം വീണ്ടും കാണാം. ധന്യവാദ.